നമ്മൾ പറയാൻ പോകുന്നത് അഡ്വാൻസ് റേഡിയോളജി ഡയഗ്നോസ്റ്റിക്സ് എക്യുപ്മെൻറ്റ്സ് ഏതൊക്കെയാണ്. CT സ്കാന്, USG, MRI, ഇത് മൂന്നാണ് നമ്മുടെ അഡ്വാൻസ് ആയിട്ടുള്ള റേഡിയോ ഡയഗ്നോസിസ് എക്യുപ്മെൻറ്റ്സ്. CT സ്കാൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് ആക്സൽ ടോമോഗ്രഫി. അതെന്തിനാണ്? നമ്മുടെ ട്യൂമർ ഡയഗ്നോസ് ചെയ്യാൻ, അതേപോലെ തന്നെ എന്തെങ്കിലും ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഒക്കെ നമുക്ക് നോക്കാൻ, അതേപോലെ ഇൻറ്റേർണൽ ഡാമേജസ്, ബ്രെയിൻ ഡാമേജസ് എന്തെങ്കിലും, ഇഞ്ചുറീസ് എന്തെങ്കിലും ഉണ്ടോയെന്ന്, അതുപോലെ തന്നെ CT നമ്മൾ എന്തെങ്കിലും ഫ്ലൂയിഡ് ബയോപ്സി അല്ലെങ്കിൽ ടിഷ്യൂ ബയോപ്സി ഒക്കെ ചെയ്യാൻ വേണ്ടി CT സ്കാൻ നമ്മൾ ചെയ്യും. അതിന് വേണ്ട കമ്പോണൻസ് പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനറേറ്റർ ഉണ്ട്. CT സ്കാനിൽ ഒരു ജനറേറ്റർ ഉണ്ട്. അതേപോലെ തന്നെ ഒരു സ്കാനിങ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഗാൻഡ്രി ഉണ്ട്. എക്സ്റേ ട്യൂബ്സ് ഉണ്ട്. ഫോട്ടോൺ ഡിറ്റക്ടേഴ്സ് ഉണ്ട്. പിന്നെ ഷീൽഡിങ് എലമെൻറ്റ്സ് ഉണ്ട്. അതുപോലെ പേഷ്യൻ്റ് ടേബിൾ അല്ലെങ്കിൽ കൗച്ച് എന്നാണ് പറയുക, അതുണ്ട്. പിന്നെ ഒരു ഇമേജ് പ്രൊസസ്സർ ഉണ്ട്. പിന്നെ ഒരു കൺസോൾ യൂണിറ്റ്. CT സ്കാനിൽ കൺസോൾ യൂണിറ്റ് സെപ്പറേറ്റ് ആയിട്ടാവും ഉണ്ടാവുക കേട്ടോ. പിന്നെ അടുത്ത് നമ്മൾ പറഞ്ഞത് USG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവിൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള എല്ലാ ബോഡീസിലുള്ള എല്ലാ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെയും. അതേപോലെ തന്നെ ഫീറ്റൽ ഡെവലപ്മെൻറ്റ്സ് നമുക്ക് ഈ ഒരു USG കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഇതിനെ അൾട്രാസൗണ്ട് സ്കാനിന് നമ്മൾ വേറെ പറയുന്ന പേരാണ് സോണോഗ്രഫി എന്നാണ് പറയാം. ഇനി നമ്മൾ ഇതിൻ്റെ കമ്പോണൻസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ട്രാൻസ്ഡ്യൂസർ പ്രോബ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്. പിന്നെ ട്രാൻസ്ഡ്യൂസർ പൾസ് കൺട്രോളർ ഉണ്ട്. ഡിസ്പ്ലേ, കീബോർഡ്, ഹാർഡ് ഡിസ്ക് സ്റ്റോറേജ്, പ്രിൻ്റർ, ഇത്രയും കമ്പോണൻസാണ് USGയിലുള്ളത്. ഇനി MRI, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ്. ഈ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്ലിയർ ഇമേജ് സ്ട്രക്ചറിൻ ഉള്ളിലുള്ളത് പുറത്തുള്ള ഒരു ഇമേജസ്, നമ്മുടെ ബോൺസിൻ്റെ ആയാലും ഓർഗൻസിൻ്റെ, സോഫ്റ്റ് ടിഷ്യൂസിൻ്റെ, ഹാർഡ് ടിഷ്യൂസിൻ്റെ ഒക്കെ ഒരു ഇമേജസ് കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് മാഗ്നറ്റ് വേവ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇതിൽ ഇമേജ് ക്യാപ്ചർ ചെയ്യണത്. നമ്മൾ CTയിൽ റേഡിയേഷനാണ്, USGയിൽ അൾട്രാസൗണ്ടാണ്. പക്ഷേ MRIയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മാഗ്നറ്റാണ് കേട്ടോ. വേദനയൊന്നും ഇല്ലാതെ നമുക്ക് വെരി ക്ലിയർ ആയിട്ട് ചെയ്യാം. അപ്പം നമ്മുടെ പ്രഗ്നൻറ്റ് ലേഡീസിന് എക്സ്റേസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് നമ്മൾ അവരുടെ എന്തെങ്കിലും ഇമേജസ് എടുക്കണമെന്ന് വെച്ചാൽ, ഇന്നൽ ഓർഗൻ്റെ ഇമേജസ് എടുക്കണമെന്ന് വെച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ബോൺസിൻ്റെ സ്പൈനൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾ MRI ആണ് ചെയ്യുക. കാരണം പ്രഗ്നൻറ്റ് ലേഡീസ് നമ്മൾ CT സ്കാനോ എക്സ്റേസ് ഒന്നും എടുക്കില്ല. റേഡിയേഷൻസ് കൊടുക്കാത്തത് കൊണ്ട് നമ്മൾക്ക് പ്രിഫർ ചെയ്യുക ഏതാണ്, MRI ആണ് ഉപയോഗിക്കുക. ഇതിൽ മെയിൻ കമ്പോണൻസ് വരുന്നത് ഒരു മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വെരി പവർഫുള്ളായിട്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതേപോലെ ഗ്രാനൈറ്റ് മാഗ്നറ്റ് ഉണ്ട്, അത് വെരി ലോവർ ഇൻ സ്ട്രെങ്ത് ആണ്. അതുപോലെ ഒരു റേഡിയോ ട്രാൻസ്മിറ്റ് ഫ്രീക്വൻസി ഉണ്ട്, എക്യുപ്മെൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ വെരി പവർഫുൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ട്. അതേപോലെ ട്രാൻസ്ലേറ്റിംഗ് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യാനൊരു കോയിലുണ്ട് കേട്ടോ.